ഞങ്ങളൊരു ചെറിയ മഴയൊക്കെ പ്രതീക്ഷിച്ചു. നടക്കേണ്ടതല്ല, അപ്പോൾ ഒന്നവന് വിശക്കും. Cruising in my lane fast, call it high speed. I've been working hard. Mayan tanning Shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. The following grows, they know how to ignite me. ലാസ്റ്റ് കളിച്ച ബോൾ ഗെയിമിൽ ആള് ഫുൾ ആക്റ്റീവായി. And I ain't playing games, I create my own lane, making pleasure out of pain. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാമോൺ മിഷൻ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ ഒരു ഫാമിലി ട്രിപ്പായിട്ട് വന്നതാണ്. അതായത് ഇന്ന് തിങ്കളാഴ്ച ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച ലീവൊക്കെ ഇട്ട് മെല്ലെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കൃഷ്ണഗിരി ഡാം ആൻഡ് പാർക്ക് ഉണ്ട്. പാർക്ക് കുറച്ച് ഡാമിൽ നിന്ന് കുറച്ച് പോകണം. ഡാം അത്ര കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ കേട്ടത്. അതായത് മേജറായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും വലുതായിട്ടില്ല. പക്ഷെ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീഡിയോ അപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വയ്ക്കും, പിന്നെ നിങ്ങൾ മറക്കും. അതുകൊണ്ട് Don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like and find your limits, don't be rigid, always work towards a prime. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫൈനലി എത്തിയിട്ടോ. നല്ല വെയിലാണ്. ഞങ്ങളൊരു ചെറിയ മഴയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ മഴയൊന്നും കാണാനല്ല, മഴക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഫസ്റ്റ് നീ കഴിച്ചിട്ട് വേണം നമുക്ക് മേലെ കയറാം, ഡാമിൻ്റെ മേലെ. മുമ്പിലുള്ള കടയിൽ നിന്ന് തന്നെ മീൽസ് വാങ്ങിച്ചിട്ടുണ്ട്. റൈസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഒക്കെ. എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മുടെ ടീമുകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ മാമ, മീൻ എപ്പി ഇരിക്കുന്നു? അത് ഫ്രൈ ചൂടാണ്. ഫുഡ് വൻ അലമ്പാണെന്ന് പറയാൻ പറ്റില്ല. നല്ല വിശപ്പുള്ളത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇത് മീൻ കറിയാണെന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു പുളിവെള്ളം കലക്കി വെച്ച പോലെ ഉണ്ട്. പിന്നെ നമുക്ക് അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മീൻ വറുത്തത് അടിപൊളിയായിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞങ്ങളൊക്കെ മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ നന്നായിട്ട് അടിച്ച് കയറ്റി. അപ്പോൾ ചെക്കന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്താ സ്പെഷ്യലി? പണിയാറം ബഡ്ഡു. വേണ്ട മമ്മ. നിങ്ങളൊക്കെ നോൺ വെജ് വെച്ചിട്ട് എനിക്ക് പത്ത് വെജ് തരുന്നുള്ള ദേഷ്യമാവുന്നു. சாப்பிட்டு முடிச்சு நாங்கள் மேலே டேம் பார்க்கலான்னு போயிட்டுருக்கோம். ஏதோ சாப்பாடு கொஞ்சம் சாப்பிட்டு பிஸ்கெட் சாப்பிட்டு அப்படி மேனேஜ் பண்ணியிருக்கோம். ഇവിടെ ഫുഡ് ശരിയില്ല എന്നിട്ട് കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ഒന്നും ഇല്ല. ഞങ്ങൾ പിന്നെ വിശപ്പ് കൊണ്ട് അങ്ങനെ കഴിച്ചെന്നുള്ളൂ. പിന്നെ അംബ്രല വേணும்னு ஒரு பெரிய மனுஷன் கேட்டாரு. அம்ப்ரலா இருந்தாதான் வருவேன்னு சொல்லிட்டான். ஸோ அதனால
நல்ல வெயில் இருந்தது, இப்போ கொஞ்சம் க்ளவுடி ஆயிடுச்சு, மாறி மாறி வந்துட்டு இருக்கு. Mayun, hi. கூட்டம் கம்மியாக தான் இருக்கு. மேலே ஏறி வந்து முச்சாங்குது. மயன் தண்ணி இங்கு എങ്ക இருக்குമോ തണ്ണി അതാ ഗൈസ്. അപ്പോൾ നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞു. നല്ല അടിപൊളി വൈബായിട്ടുണ്ട്. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ ചൂട് അറിയില്ല കേട്ടോ. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങളിന്ന് തിരക്കന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഡാമിൻ്റെ മുകളിൽ തന്നെ ഒരു ഏകദേശം ഒരു 50-60 പേരുണ്ട്. ഒരു 1 ഡേ ഫാമിലി ട്രിപ്പിനൊക്കെ നല്ലൊരു സ്ഥലം. പക്ഷെ വരുമ്പോൾ ഫുഡ് എടുത്തിട്ട് വരണം കേട്ടോ. ഫുഡ് എടുത്തിട്ട് വന്നാൽ വൻ പൊളിയായിരിക്കും. എടുത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിച്ചിട്ട് മെല്ലെ പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. വെയിലായതുകൊണ്ട് ഓവർ നമുക്ക് മേലെ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് താഴെ ഇറങ്ങുന്നത്. ചെക്കന് ടെൻഷനായി തുടങ്ങി. പാർക്ക് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. പാർക്കിന്റെ ടൈമിങ്സ് 6 മണി വരെ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അത് അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ പാർക്കിക്ക് പോവാണ്. അതായത് KRP പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരത്തിലൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. അത് 6 മണി വരെ ടൈമിംഗ് ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടേക്ക് എത്താം. ഓക്കെ.